ചക്കയും കപ്പയും ഒക്കെ പുഴുങ്ങാനും വേവിക്കാനും അറിയാത്ത മലയാളികളുണ്ടോ? ആദ്യകാലത്ത് ഞാനൊരു ചക്കപ്പുഴുക്ക് വീഡിയോ ഇട്ടിരുന്നു. ഇത് ആർക്കും അറിയാത്തതെന്ന് പലരും കമന്റ് ഇട്ടിരുന്നു. പക്ഷെ അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ അറിയാൻ മേലാത്ത പലരും ഉണ്ടായിരുന്നു എന്ന്. 7 വർഷം മുമ്പ് ഞാനൊരു പാൽക്കപ്പ എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഇപ്പം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതുപോലെ ഒരു വീഡിയോയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ, പാൽച്ചക്ക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കുത്ത് സൂപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാൽച്ചക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു ഇടത്തരം ചക്കയുടെ പകുതിയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 2 കപ്പ് തേങ്ങയിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1-ാം പാല്, നല്ല കുറുകിയ 1-ാം പാലും 2.5 കപ്പ് 2-ാം പാലും, ഒരു 15 ചുമന്നുള്ളി, 3 പച്ചമുളക്, ഒരു 7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ഉപ്പ്, നെയ്യ്, കറിവേപ്പില. ഇനി നമുക്ക് ഈ ചക്കയൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് 2-ാം പാൽ ഒഴിച്ചാണ് വേവിക്കുന്നത്. ഇത് ഇത്രയും കൂടുതൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ല കുഴഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ 2-ാം പാൽ ചേർക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് നോക്കാം. ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ പല പ്രാവശ്യം ഇളക്കി കൊടുത്തതാണ്. പിന്നെ എനിക്ക് വേഗാതെ വന്നതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞു വരണം, വെന്ത്. ചില ചക്കയ്ക്ക് പെട്ടെന്ന് വേഗം, ചിലതിന് അല്പം വേവ് കൂടുതലുണ്ടല്ലോ. ഇതുപോലെ ചക്ക നന്നായിട്ട് കുഴഞ്ഞു വരണം, വെന്ത്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. ഇത് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചേർക്കാം കേട്ടോ. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്തിട്ടുണ്ട്. തീ ഒന്ന് അല്പം കുറച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇത് ഇനി ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരും. ഒരല്പം ഉപ്പും കൂടെ വേണം. ഇപ്പം ഞാൻ ഉപ്പായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഇപ്പോൾ 1-ാം പാലും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറക്കാം. അതിന് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് ചുമന്നുള്ളി അല്പം കുറച്ച് കൂടുതൽ വേണം. 1 പച്ചമുളക് അരിഞ്ഞത്, ബാക്കി വെളുത്തുള്ളി അരിഞ്ഞതും, വറ്റൽമുളക് മുറിച്ചത്, കറിവേപ്പില. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കടുക് വറുത്തത് പാൽച്ചക്കയിലേക്ക് ചേർക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റായി. ഇനി നമുക്കൊന്ന് നോക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം.
ഇരിക്കും തോറും ഇത് കുറച്ചുകൂടെ കുറുകി വരും. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിനേക്കാളും കുറുകിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ചക്ക വിഭവം, പാൽ ചക്ക, നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പാൽ ചക്ക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.